ടോണി ഇങ്ങനൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലേ? ട്വിങ്കിൾ, നീ എന്റെ സാൻഡ്വിച്ച് തട്ടി താഴെ ഇട്ടു അല്ലേ? നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ സാൻഡ് കാസലിനെ ഞാൻ എന്റെ പഞ്ച് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ചാൽ അത് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? വെറുതെ മണ്ടത്തരം പറയാനല്ലാതെ ടോണി ബോസിന് മറ്റൊന്നും ചെയ്യാനറിയില്ല. ടോണിയോട് കളിച്ചാലുണ്ടല്ലോ. സോറി ടോണി, ഞാൻ മനഃപൂർവ്വം നിന്റെ നേർക്ക് ഫ്രിസ്പി ഒന്നും വലിച്ചെറിഞ്ഞതല്ല. നിനക്കിപ്പോ ഫ്രിസ്പി വേണോ അല്ലേ? എങ്കിലിന്നാ പിടിച്ചോ. ഡോഡോ നിലവിളിക്കുന്ന ശബ്ദമാ കേൾക്കുന്നേ. വാ നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് ഈ ചേട്ടൻ കടലിൽ വീണുപോയി കാണുമായിരിക്കും. പിന്നെ തിരമാലകൾ ഇയാളെ കരയിൽ കൊണ്ടുവന്ന് എത്തിച്ചതായിരിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. കീക്കോ, നിനക്ക് ഇയാളെ നേരത്തെ തന്നെ അറിയാമായിരുന്നോ? ഇല്ല. എന്ന് വെച്ചാൽ നീ ഒരു അപരിചിതനായ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചേർത്തെന്നോ? ആർക്കാണോ സഹായം ആവശ്യമുള്ളത് അവരെ നമ്മൾ തീർച്ചയായും സഹായിച്ചേ പറ്റൂ. അത് സുഹൃത്തായാലും ശരി, അപരിചിതനായാലും ശരി. നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ മുന്നോട്ടും പിന്നോട്ടും നോക്കേണ്ട കാര്യമില്ല. വാവ് സർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാറേ. ഞാനിതെല്ലാം നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഷെടാ ജൂനിയർ അങ്കിൾ, എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയേ. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഈ അപരിചിതനായ ഒരാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നീ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്നാ. ഞാനിപ്പോ എവിടെയാ? ഞാൻ ആരാ? നോക്ക്, എന്റെ അടുത്തേക്ക് വരരുത്. നിങ്ങളൊക്കെ ആരാ? ദേ നോക്കൂ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിപ്പോൾ സേഫ് ആണ്. കൈകൾക്ക് ഇത്രയും ഫാസ്റ്റ് മൂവ്മെന്റോ? എന്റെ പേര് ചട്ട്പാട്ട്. ഇപ്പൊ തന്നെ ഈ അപരിചിതനെ ഞാൻ കൺട്രോൾ ചെയ്യാം. ഫടാഫാട്ട്. ചെന്നവനെ പിടിക്കേ. ഇയാളുടെ പേടി കാരണം സെൽഫ് ഡിഫൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാണെന്നാ എനിക്ക് തോന്നുന്നത്. നിൽക്കൂ, ഓടിപ്പോവരുത്. ചേട്ടാ, 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 ഞാൻ നിങ്ങളെ ഹേർട്ട് ചെയ്യാനല്ല വന്നത്.
അത് സത്യമാണെങ്കിൽ നീ എന്നെ അവിടെ വെച്ച് തടവിലാക്കിയത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ നിന്നെ തടവിലിട്ടതല്ല, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോയതാ. നിങ്ങൾ കടൽക്കരയിൽ മയങ്ങിക്കിടക്കായിരുന്നു. നിങ്ങളുടെ കണ്ടീഷനും ക്രിട്ടിക്കൽ ആയിരുന്നു. അതുകൊണ്ടാ. ഞാൻ ബീച്ചിലോ? അബോധാവസ്ഥയിലോ? എന്ത്, ഞാനോ? അതെ, ഞാൻ നിങ്ങളെ സഹായിക്കാനാ വന്നത്. പക്ഷെ അതിനായി നിങ്ങൾ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചേ പറ്റൂ. അല്ല, നിങ്ങൾ ആരാണ്? എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? ഞാൻ ആരാന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. സാരമില്ല, നമുക്കത് പിന്നെ കണ്ടെത്താം. വരൂ, ഡോക്ടർ ആവിഷ്കാർ സെന്നിന്റെ അടുത്തേക്ക് പോകാം. എന്റെ ഈശ്വര, ആ ചെക്കൻ പറഞ്ഞത് ശരിയാണല്ലോ. അവന്റെ ഓർമ്മകൾ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓ നോ, ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഇത് നല്ല കഥ. അത് ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇത് നമ്മളുടെ മെമ്മറി മാപ്പ് ഡിവൈസ് ആണ്. ഈ നിൽക്കുന്ന ചെക്കന്റെ ബ്രെയിനിനെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ അത് മൊത്തം പിങ്ക് കളറിലാണ് വന്നത്. എന്നുവെച്ചാൽ അവന്റെ ബ്രെയിൻ ടോട്ടലി എംപ്റ്റി ആയിന്നർത്ഥം. അവനിപ്പോൾ ഒന്നും ഓർമ്മയില്ല. അഥവാ ഇയാൾക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇയാള് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നത്? അത് ഡിഫറെന്റ് മെമ്മറിയാണ് കീക്കോ. പ്രോസിഡ്യൂറൽ മെമ്മറി. അതിനെ ഫൈറ്റ് ചെയ്യുന്നത്, ഡൈവ് ചെയ്യുന്നത്, അതെല്ലാം അതിനറിയാം. പക്ഷെ അവന്റെ ബോധകാലമോ അല്ലെങ്കിൽ തന്നെ കുറിച്ചോ അവനൊന്നും തന്നെ ഓർമ്മയുണ്ടാകില്ല. ഡോക്ടർ ആവിഷ്കാർ സെൻ, അത് കണ്ടെത്താൻ വേറെന്തെങ്കിലും വഴിയുണ്ടാവല്ലോ? എന്ന് ചോദിച്ചാൽ വഴിയൊക്കെ ഉണ്ട്. കൊള്ളാലോ, എന്താണ് ആ വഴി? അതാണിപ്പോ പ്രശ്നം. അതിനുള്ള വഴി എനിക്ക് തന്നെ അറിയില്ല. ഒരു പക്ഷേ ഇവൻ പഴയ സാധനങ്ങൾ വല്ലതും കണ്ടാൽ ഓർമ്മ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോ എങ്ങോട്ടാ പോന്നേ? എനിക്കറിയില്ല. ഞാൻ എവിടെയെങ്കിലും ചെന്ന് ചേരും. നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വാ. ഇല്ല, എനിക്ക് നിന്നെ ഒരുപാട് ശല്യപ്പെടുത്താൻ ആഗ്രഹമില്ല. അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ, ഇതിൽ ഒരു കഷ്ടപ്പാടുമില്ല. നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുന്നത് വരെ എന്റെ ഒപ്പം എന്റെ വീട്ടിൽ താമസിച്ചോ, ഒരു സ്ട്രേഞ്ചർ ചേട്ടനായിട്ട്. പിന്നെ ഞാനാണ് നിങ്ങളുടെ ലിറ്റിൽ ബ്രോ കീക്കോ. എന്നെ വിശ്വസിക്കാം ചേട്ടാ. ഓക്കേ ലിറ്റിൽ ബ്രോ. അല്ല സ്ട്രേഞ്ചർ ചേട്ടാ, എല്ലാം ശരിയായിക്കോളും. വരൂ, ഭക്ഷണം കഴിക്കാൻ നമുക്ക് പുറത്തു പോകാം. ശരി കീക്കോ, ഞാൻ കൈയും മുഖം കാലൊക്കെ വാഷ് ചെയ്തിട്ട് വന്നേക്കാം. ഓക്കേ ചേട്ടാ. സ്ട്രേഞ്ചർ ചേട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിത് വരുന്നു കീക്കോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടാ? ഒരു കുഴപ്പമില്ല, നമുക്കിപ്പോ കഴിക്കാം. എനിക്ക് വിശക്കുന്നു. മേരാങ്കിൾ, എന്നെ എന്തിനാ എല്ലാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാനല്ല, ഡിറ്റക്റ്റീവ് ജെറ്റ്പെട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അയാളുടെ കയ്യിൽ എന്തോ ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്നാണ്. വിളിക്കും. പൂച്ച മ്യാവ്, പരുന്ത് അപരിചിതൻ ഹായ് ഹായ്. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അപരിചിതനെ കുറിച്ച് ഒരു ഷോക്കിംഗ് ആയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നാ.
ഈ വഴിക്ക് വരൂ പ്ലീസ്. അത് ഏത് തരം ഇൻഫർമേഷൻ അങ്കിൾ? അപരിചിതനെ നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല അവൻ. ഷെടാ എന്റെ ദൈവമേ, ആരാണോ സ്ട്രേഞ്ചർ? ആ സ്ട്രേഞ്ചർ ഒരു പ്രൊഫഷണൽ അസാസിനാണ്. കാശിന് വേണ്ടി ജനങ്ങളെ കൊന്നൊടുക്കുന്നവനാണ്. ഇപ്രാവശ്യം അവന് ഒരു മിഷൻ ആയിട്ടാണ് സൺ സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് മിഷൻ? അവൻ എന്ത് മിഷനിലാ വന്നിരിക്കുന്നത്? നിന്റെ കഥ അവസാനിപ്പിക്കാനുള്ള മിഷനാണ് കീക്കോ. മമ്മി, എന്നാൽ പിന്നെ അവനെ ഉടൻ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമോ? അവന്റെ ഗ്രൂപ്പിനെ കണ്ടെത്തി നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ടതാ. നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ ഇപ്പോ ഞാൻ അവനെതിരായി ആക്ഷൻ എടുത്താൽ അതും റോങ് ആയി പോവും. കാരണം അയാൾക്ക് തന്നെ അറിയില്ല അയാൾ എന്റെ ശത്രുവാണെന്ന്. എന്നെ കൊല്ലാനാ വന്നിരിക്കുന്നെന്നും അറിയില്ല. പക്ഷേ കീക്കോ, അത് അപകടം പിടിച്ച പണിയാണ്. അതേ ചട്പട്ടങ്ങൾ, ഇപ്പൊ അയാൾ എന്റെ കൂട്ടുകാരനാ. അതുകൊണ്ട് ഇപ്പോ അയാൾക്കെതിരായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ഓർമ്മയില്ലാത്ത ഒരാളെ നമുക്ക് എങ്ങനെയാ ശിക്ഷിക്കാൻ പറ്റുക? എനിക്കെല്ലാം ഓർമ്മ വന്നു. എന്റെ സഹോദരന് വേണ്ടി പകരം വിട്ടാനാണ് ഞാൻ സൺസിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. എനിക്കെല്ലാം ഓർമ്മയിലുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ടാറ്റു ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴെല്ലാം എന്റെ കയ്യിലുള്ള ടാറ്റു കാണുന്നോ അപ്പോഴെല്ലാം എന്റെ ആയുധം എടുക്കാനുള്ള ചാൻസ് കിട്ടും. ഇന്നത്തെ രാത്രി കീക്കോയുടെ അവസാനത്തെ രാത്രി ആയിരിക്കും. കീക്കോ, നിന്റെ വീട്ടിലിരുന്നു കൊണ്ട് സൺസിറ്റിയും പിന്നെ സൺസിറ്റിയുടെ സ്റ്റാച്ചുവും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേ സ്ട്രേഞ്ചർ ചേട്ടാ, രാത്രി സൺസിറ്റി കാണാൻ അതിസുന്ദരമായിരിക്കും, ശാന്തവുമായിരിക്കും. ഇത് കണ്ടോ, കാണാൻ എന്ത് ഭംഗിയാ. അതെ ചേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിയാ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ട് വരാം. എത്ര മരമണ്ടനാണ് ഈ കീക്കോ. തന്റെ ശത്രുവിനെ തന്റെ കൂട്ടുകാരനാക്കിയിരിക്കുകയാണ് അവൻ. സാരമില്ല, ഫൈനലി എന്റെ മിഷൻ ഇന്ന് കംപ്ലീറ്റ് ആകോ. മിഷനൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആവില്ല സ്ട്രേഞ്ചർ. ഇനി നിന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. കീക്കോ, അതെ, ഞാൻ തന്നെ. നിനക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയല്ലേ? നീ എന്നെ കൊല്ലാൻ വന്നതല്ലേ? അപ്പൊ നീ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? ആ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ എന്നെ തോൽപ്പിക്കാൻ വന്നതാണെന്നും അറിയാം. പക്ഷെ ഞാൻ വിചാരിച്ചത് നീ എല്ലാം മറന്നതുകൊണ്ടും എന്റെ ഏട്ടനെ പോലെ ആയതുകൊണ്ടും നിന്നെ പാഠം പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് തോന്നി. എന്നാലും ഞാൻ എന്തിനും തയ്യാറായിരുന്നു. ബിക്കോസ് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പക്ഷെ നിനക്ക് പഴയതൊക്കെ എങ്ങനെ ഓർമ്മ വന്നു? എന്റെ ടാറ്റൂയുടെ സഹായത്തോടെ. ഏതായാലും നന്നായി കീക്കോ, നീ അവസാനം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനിപ്പോ നിന്റെ കഥ അവസാനിപ്പിക്കും. എന്നിട്ട് ഒട്ടും വിഷമിക്കാതെ ഇവിടുന്ന് അങ്ങ് പോവും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 127. Great idea, buddy. Activating Formula 127. Super Speedo, formula number 26. Now! Okay, dude. Initiating Formula 26. Super Speedo! Adios! Super Speedo, formula number 26. Now! Okay, buddy. Game over, stranger. ഇനി നിനക്കും നിന്റെ സഹോദരനോടൊപ്പം ജയിലിലേക്ക് പോകാം. ഞാൻ തീർച്ചയായും അങ്ങോട്ട് പോകും, പക്ഷെ ജയിലിലേക്കല്ല, നിന്നെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. ഞാനിപ്പോ കീക്കോയുടെ സേഫ്റ്റി മാത്രം ആലോചിച്ചാണ് വിഷമിക്കുന്നത്, ജെറ്റ്പാറ്റ്.
അടങ്ങി ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ അഭ്യാസം കാണിച്ചാൽ ഇങ്ങനെ ഉരുണ്ട് പിരണ്ട് ഓടേണ്ടി വരും. വാവ് സർ, എന്തൊരു ഡയലോഗ് ഈ പറഞ്ഞത്. നോട്ട് പാഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം സർ. എന്ന് വെച്ചാൽ സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.